ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഓശാന ഞായറാഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് ഓശാന ഞായറാഴ്ച നാം അനുസ്മരിക്കുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക എന്നാണ്. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലും നാം ഈ ഓശാനയുടെ വിവരണങ്ങൾ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുമ്പോൾ മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോ ജെറുസലേമിന് അടുത്ത് എത്തുമ്പോൾ ഒലിവ് മലയ്ക്ക് സമീപം അവൻ നിൽക്കുമ്പോൾ തൻ്റെ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ ആരും കയറാത്ത ഒരു കഴുതയെ നിങ്ങൾ കാണും. ആ കഴുതയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അവർ പോകുന്നു, കഴുതയെ കാണുന്നു. അതിനെയും കൊണ്ട് ഈശോയുടെ അടുത്ത് വരുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ ഈ കഴുതയുടെ മുകളിലേക്ക് ഇട്ട് കർത്താവിന് ഇരിക്കുവാൻ ഇരിപ്പിടം ഒരുക്കുന്നു. ഈശോ അതിൽ ഇരുന്ന് തെരുവീഥികളിലൂടെ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തെരുവീഥികളിലുള്ള ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചുകൊണ്ട് ഈശോയെ ആനയിക്കുന്നു. പച്ചക്കമ്പുകൾ അവർ വയലിൽ നിന്ന് ഒടിച്ചു കൊണ്ടുവന്ന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈശോയെ ആനയിക്കുന്നു. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർത്ത് വിളിക്കുക, നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. അവൻ പ്രതാപിയും വിജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് നിന്നിലേക്ക് വരുന്നു. ഈശോയുടെ ഈ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ വചനങ്ങളാണ് സക്രിയ നമ്മോട് പറയുന്നത്. ഈ ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനത്തിനായിട്ട് നാം എടുക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14-ഉം 15-ഉം അധ്യായങ്ങളിലെ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. എന്താണ് ഈ ഓശാന ഞായറാഴ്ചത്തെ രാജകീയ പ്രവേശനവും ക്രിസ്തുവിൻ്റെ പീഡാസഹനവും നമ്മോട് പറയുന്നത്? ഈശോ ജെറുസലേം ദേവാലയത്തിലേക്കാണ് രാജകീയമായി പ്രവേശിക്കുന്നത്. ദേവാലയം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം: നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ ശരീരമാകുന്ന, നമ്മുടെ ഹൃദയമാകുന്ന, നമ്മുടെ ജീവിതമാകുന്ന ആലയത്തെയാണ് ഇവിടെ ദൈവം സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് ക്രിസ്തു കടന്നു വരുന്നത്. എങ്ങനെയാണ് അവൻ കടന്നു വരുന്നത്? അത് അധികാരത്തിൻ്റെ പ്രതീകമായ കുതിരയുടെ പുറത്തല്ല, സമാധാനത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമായ കഴുതയുടെ പുറത്താണ് കടന്നു വരുന്നത്. എങ്ങനെയാണ് അവൻ കടന്നു വരുന്നത്? സക്രിയ പ്രവചിക്കുന്നത് പോലെ വിനയാന്വിതനായി, എളിമയോടെ, കരുണയോടെ, സ്നേഹത്തോടെ, നാം ഓരോരുത്തരോടും കരുണ കാണിക്കാനുള്ള വലിയ വിനയത്തോടെ അവൻ കടന്നു വരുന്നു. ഇന്നത്തെ ദിവസത്തിൽ നാം പൗലോസ് അപ്പോസ്തലൻ്റെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം മുതൽ ധ്യാനിക്കുമ്പോൾ പറയുന്നത്, അവൻ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ ആയിത്തീർന്നു. നമ്മുടെ ഇടയിലേക്ക് അവൻ തൻ്റെ പ്രതാപങ്ങളൊക്കെ വിട്ട് കടന്നു വരുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ രാജാവായി വാഴാൻ വേണ്ടിയിട്ടാണ്. ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ വിചിന്തനം നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? എങ്ങനെയാണ് ആ ജനം അവനെ സ്വീകരിച്ചത്? ശിഷ്യന്മാരും ജനവുമൊക്കെ ക്രിസ്തുവിനെ രാജാവായിട്ട് സ്വീകരിക്കുന്നത് തങ്ങളുടെ വസ്ത്രങ്ങൾ അവർ വഴിയിൽ വിരിച്ച്, കഴുതയുടെ പുറത്ത് വിരിച്ച് അവനെ സ്വീകരിക്കുകയാണ്. പഴയ നിയമ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഈ വസ്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഒരു മനുഷ്യൻ്റെ തന്നെ ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. അനുതാപത്തിൻ്റെയൊക്കെ, പ്രായശ്ചിത്തത്തിൻ്റെയൊക്കെ ഒരു വലിയ പ്രതീകമായിട്ടാണ് വസ്ത്രങ്ങളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജകീയമായി അവൻ പ്രവേശിക്കാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ അവനെ നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ജീവിതമാകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി
അനുതാപത്തിൻ്റെ കണ്ണുനീരോടുകൂടെ പശ്ചാത്താപത്തോടുകൂടെയാണ് നാം അവനെ സ്വീകരിക്കേണ്ടത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ തൻ്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെ കർത്താവ് നമ്മെ രക്ഷിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലെ ഓശാനയുടെ വിചിന്തനം എന്ന് പറയുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.